ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ റവ ദോശ റെഡി ആയിട്ടുണ്ട്. അതിന് ഞാനൊരു തേങ്ങാ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു റവ ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് റവ വറുത്തത് വറക്കാത്ത ഒരു കപ്പ് റവ വേണം. അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു കപ്പ് റവ ഇടണം. അത് കഴിഞ്ഞ് ആ ജാറിലേക്ക് തന്നെ ഒരു അര ഗ്ലാസ് വെള്ള അവൽ ഇടണം. പിന്നെ ഒരു 2 സ്പൂണ് അരിപ്പൊടി ഇടണം. പിന്നെ ഒരു അര സ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് ഇടണം. അത് കഴിഞ്ഞ് അര സ്പൂണ് ഉപ്പിടണം. പിന്നെ നമുക്ക് ഒരു 1.25 കപ്പ് എടുത്ത കപ്പിൻ്റെ ഒരു 1/4 കപ്പ് കൂടെ നമ്മൾ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് അരച്ചിട്ട് വരാം. ഇനി നമുക്ക് ആ അരച്ച മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി അത് നമ്മൾ ദോശ 1 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി ദോശ ഉണ്ടാക്കാം. ലേശം ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇടാം. ബേക്കിംഗ് സോഡ ഞാൻ ഈ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. അതിനി നമുക്ക് ഇതിൽ ഇളക്കിയിട്ട് നമുക്ക് ദോശ ചുടാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് 1 സ്പൂണ് മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കാം. ഇനി നമുക്ക് ആ ദോശ തിരിച്ചിടാം. നമുക്ക് ആ ദോശ ശരിയായിട്ടുണ്ട്. നമുക്കിനി അതിനെ എടുത്തു മാറ്റാം. ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഒന്നാന്തരം ദോശയാണ്. ഞാനിപ്പോൾ 2ാമത്തെ ദോശയ്ക്ക് ഒഴിച്ചിട്ടേക്കാണ്. ഈ ദോശ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ അരി ഉഴുന്നും വെള്ളത്തിടാൻ മറന്നുപോയി. അപ്പോൾ ജോലിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാൻ പറ്റിയതാണ്. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പണി കഴിയും. ദോശ നല്ല ദോശയുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇതിപ്പോൾ ഞാൻ തേങ്ങാ ചട്നിയുടെ കൂടാണ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ റവ ദോശ റെഡി ആയിട്ടുണ്ട്. അതിന് ഞാനൊരു തേങ്ങാ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തേങ്ങാ ചട്നിയുടെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് പിന്നെ ഞാനത് കാണിക്കാഞ്ഞേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ് ഈ ദോശ. നമ്മൾ ഇങ്ങനെ മടക്കിയാലും എടുത്താലും ഒക്കെ നല്ലതായിട്ട് മടങ്ങുന്ന നല്ല ദോശയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ തേങ്ങാ ചട്നിയും ഈ ദോശയും കൂടെ ഒന്ന് കഴിച്ച് നോക്കണം. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.